ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോ വേണമെങ്കിലും റിക്കവറി ആകാവുന്നതേ ഉള്ളൂ. അപ്പൊ ചത്തുവോ ഡോക്ടറെ? അയ്യോ രാഘവേട്ട, അല്ല ഞാൻ ചത്തുവെങ്കിലേ പല ആൾക്കാരെ അറിയിക്കാനുണ്ടേ. അവിടെ എന്താ നടന്നെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതാണ്ട ഇവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം. സംഗതി ഇവിടെ ഒന്നുമില്ല. എന്നാലേ നമുക്ക് കുഴി മൂടാം. ഇതൊക്കെയാണ് ഏടത്തേമേ അന്ന് അവിടെ നടന്നത്. അല്ലാതെ ആ കൊലപാതക ഞങ്ങൾക്ക് രണ്ടാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചോണ്ടായിരുന്നു നീ നടന്നത് അല്ലേ? പറ, ഇനി പറ, നിന്റെ ആശാൻ എവിടെ പോയിരിക്ക? എന്തെങ്കിലും ഒരു സൂചന നിനക്ക് തരാൻ പറ്റുമോ? അറിയാമെങ്കിൽ ഒന്ന് പറയടാ. ഏടത്തേമേ, ആശാനെ കണ്ടെത്തേണ്ടത് ഏടത്തേമെ പോലെ എന്റെയും ആവശ്യമാ. എന്റെ ജീവന്റെ ഒരു ഭാഗം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഊണിൽ ഉറക്കത്തിലും മനസ്സിൽ വിളിച്ചു പറഞ്ഞ് തറവാക്കിയ പേരാ. ഇപ്പൊ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാ ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നേ. എനിക്ക് ആശാനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ഞാൻ എന്റെ ഏടത്തേമെ സഹായിച്ചിരിക്കും, ഉറപ്പാ. ഈശ്വര, ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? കുറ്റം ചെയ്തിട്ടില്ല, ആർക്കോ വേണ്ടി ഓടി നടന്നതാ. ഇപ്പൊ എവിടെയാണെന്ന് അറിയാനും പാടില്ല. ഭഗവാനെ, ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? സാറേ, ഈ ഗുളിക കഴിക്കേ. എനിക്കങ്ങ് വേണ്ട, താൻ തന്നെ അങ്ങ് കഴിച്ചു. അയ്യോ സാറേ, അത് ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ നോക്കാം സാറേ. വേണ്ട, എനിക്കറിയില്ല നോക്കാൻ. സാറേ, ഇയാള് പിടിക്കണ്ടോ? മാറിയിടോ, ഞാൻ പോയി നോക്കോളാം. ചുമ്മാ പിടിക്കാൻ പുറകെ നടക്കുക. ആരാ? രാഘവന്മാരെ, ഞാൻ അത് തന്നെ ചോദിച്ചേ, ആരാന്ന്. ഈ മീറ്ററിന്റെ റീഡിംഗ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ വീട്ടോട്ടുള്ള തള്ളിക്കറി വരണ്ടേ. അല്ല, മനസ്സിലായില്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ, ശാരദയുടെ ഭർത്താവ്. ശാരദേ? ശാരദ, ഇയാൾ എന്തൊക്കെയാണ് പറയുന്നേ? പിള്ളേ, ഇയാൾ ചോദിച്ചേ, ദേ ആരാണ്ട് വഴിയായിട്ട് ഇങ്ങോട്ട് കയറിയെന്നാ തോന്നുന്നേ. കേട്ടാ, എവിടേക്കാ പണിച്ചാ പറഞ്ഞോട്. ചുമ്മാ അത് മനുഷ്യൻ എനിക്ക് അടുത്താണ്ട് ചോദിക്കാനും പറയാൻ ആളില്ലാത്തോണ്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ. വന്ന് കയറുന്നതിനൊക്കെ എന്ത് വിശേഷ വീട്ടിൽ കയറ്റുന്നേ? സൂക്ഷിക്കണം ഇങ്ങനെയുള്ളവരെയൊക്കെ. ചോദിക്കാനും പറയാൻ ആളില്ലാത്തോണ്ടാ ഇങ്ങനെ വന്ന് കയറുന്നേ. അല്ലാന്തുവാ? വിഷ്ണു കുഞ്ഞിനെ കാണാതായതിനു ശേഷം ആളിങ്ങനെയാ. ഇരിക്കുന്ന ഇരിപ്പിൽ എല്ലാം അങ്ങ് മറന്നുപോകും.
സത്യാമ്മയ്ക്ക് മാനസികമായ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ആ തലയിടിച്ചതിന്റെ ക്ഷീണമുണ്ട്. കുറച്ചുനാള് ചിലപ്പോ ഈ കിടപ്പ് തന്നെ കിടക്കാനും സാധ്യതയുണ്ട്. എന്നുവെച്ച് സ്ട്രോക്ക് വന്ന് വീണതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിലും റിക്കവറി ആകാവുന്നതേ ഉള്ളൂ. അപ്പൊ ചത്തുവോ ഡോക്ടറെ? അയ്യോ രാഘവേട്ട, അല്ല, ഞാൻ ചത്തുവെങ്കിലേ പല ആൾക്കാരെ അറിയിക്കാനുണ്ടേ. നേരത്തെ ഒന്ന് അറിഞ്ഞാ എല്ലാരും ഒന്ന് വിളിച്ച് അറിയിച്ചേക്കാന്ന് വെച്ചാ. അയ്യോ രാഘവേട്ട, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് കൊള്ളാം. പിന്നെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ശ്ശേ, ഒരു മരണം നടക്കാൻ പോകുന്ന വീടാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അല്ല, കർമ്മം ചെയ്യാൻ വിഷ്ണു വേണ്ടേ? പിള്ളേ, അവന് വിളിക്ക്. അവന്റെ അടുത്തേ കുളിച്ചിട്ട് വരാൻ പറ. ശ്ശേ, അതോ അവന് തിരക്കായോ? ആ ആ ആ സ്വന്തം അമ്മയുടെ ബലിയിടാൻ പോലും സമയമില്ലാതെ അവൻ എവിടെ കൂടുന്നേ? ആ കൊള്ളാം. ഡബിളെ, പിന്നെ അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ ലിസ്റ്റ് എടുക്കണം. താൻ ഇങ്ങോട്ട് വാ. അയ്യോ അയ്യോ സാറേ, അത് താൻ ഇങ്ങോട്ട് വാടൊന്നും ചലിക്കാതെ. ഇങ്ങോട്ട് വാ, താൻ ഇങ്ങോട്ട് വാ. രാഘവൻ സാറിന്റെ കാര്യത്തിലും തന്ന മരുന്നുകൾ തന്നെ കൊടുത്താൽ മതി. കടുത്ത ഡിപ്രഷനാ. മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും. കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. സത്യഭാമയുടെ കാര്യത്തിലും ആ മരുന്നുകൾ തന്നെ കൊടുത്താൽ മതി. എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ശരി ഡോക്ടർ. ഓക്കെ. ഗോപാലേട്ടൻ, ഗോപാലേട്ടൻ എപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. എന്തൊക്കെയാ ശാരദ ഇവിടെ നടക്കുന്നത്? ഗോപാലേട്ട അകത്തേക്ക് വാ. ശാരദ ഇവിടെ ഇപ്പോ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വിഷ്ണുവിനെ കാണാത്ത സങ്കടം കാരണം സത്യാമ്മ വീണുപോയ അവസ്ഥയിലാ. രാഘവൻ നായരുടെ അവസ്ഥ മോശമാണല്ലോ. എന്തൊക്കെയായി പറയുന്നത്? എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞതുപോലുമില്ല. ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാ ഗോപാലേട്ട. അല്ല, നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ വരാനാ ഗോപാലേട്ട? ഈ വീട് ആകെ തകർന്ന നിലയിലാ.